അപ്പോൾ ബേസിലായതുകൊണ്ട് എഴുതിയപ്പോൾ ഞങ്ങൾ നമ്മളൊരു കോൺവെർസേഷൻ ബേസിൽ നമുക്ക് ടേട്ടേ പൊട്ടുന്ന തോക്ക് വേണം, ടോട്ടോ പൊട്ടുന്ന തോക്ക് വേണം. ടോട്ടോ അല്ല രസം. മഞ്ചാടിക്കാടിനുള്ളിൽ പണ്ടൊരു നാൾ എത്തി ഭീമൻ ഭീകരൻ, ടോട്ടോ പൊട്ടും തോക്കിൽ വെന്തേ പാവം പ്രാണികൾ. കുടുക്കു പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്ത് വെട്ടിക്ക് പെണ്ണ് എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നാണ്. മതി മതി ഷാനെ കിട്ടി. പിന്നെ ഞാൻ അറച്ച് ഷാനെ കിട്ടി ഷാനെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ കേട്ടിട്ടുണ്ടെന്ന് എന്നോട്. പിന്നെ മഞ്ജുച്ചിനോട് സംസാരിച്ച മഞ്ജുച്ചി പറഞ്ഞു വാവൊക്കെ ബേസി പറഞ്ഞ നമുക്കിങ്ങനെ, അതായത് ഇവളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തെങ്ങിൻ്റെ മുകളിൽ ഒരാൾ നോക്കിയിട്ട് വാവ് എന്ന് പറയും. ചായ കഴിയുന്നിട്ട് ഒരു അപ്പാപ്പൻ അബു ഭീകരൻ, കൊടും ഭീകരൻ, വടിവാളിനാൽ മുടി ചീകിടും എന്ന് പറയുമ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ ഭയങ്കര പേടിത്തൊണ്ടനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവൻ വടിവാളൊക്കെ വെച്ച്, അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫണ്ണുണ്ട്. കൂതറ മുതൽ ARM വരെ 100 പടത്തിന് പാട്ട് എഴുതി കഴിഞ്ഞല്ലേ? 100 അല്ല, 100. ആദ്യം റിലീസ് ചെയ്ത ഓംശാന്തി ഓശാനയാണ്. അത് എഴുതിയത് കൂതറ. ഇപ്പൊ ഓൾറെഡി എത്ര എഴുതി വെച്ചിട്ടുണ്ട്? അത് അറിയില്ല, 10-15 ഉണ്ടാവും എന്തായാലും. ഇപ്പൊ എവിടെ നോക്കിയാലും നിങ്ങളെ പാട്ട് മാത്രമേ ഉള്ളൂ. ARMലെ പാട്ട് കാണുന്നുണ്ട്. ഇത് ഞങ്ങൾ റീൽസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അപ്പൊ വരും വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട്. സന്തോഷം. അത് ഈ സിനിമയിൽ ഇപ്പൊ പറഞ്ഞ പോലെ 2 പാട്ടുകളും കിളിയെയും ആളുകൾ അത്യാവശ്യം നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ നമ്മുടെ അങ്ങുവാനക്കോണിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മളൊരു സിനിമ കണ്ടിട്ട് ആളുകൾ ഒരു പാട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ. കാരണം നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോട്ടാലിറ്റിയിൽ അത് ഒരു പാട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത് പറയുകയാണെങ്കിൽ കിളി എന്നുള്ളത് നമുക്കറിയാം, അതൊരു ലവ് സോങ് ആയിട്ട് തന്നെ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ അത് അതിനൊരു എന്താ പറയുക, ഒരു ഹിറ്റ് എലമെൻ്റ് കൂടി ഉണ്ടല്ലാതെ തന്നെ. പക്ഷെ മറ്റേന്ന് പറയുന്നത്, ഇപ്പം ഒരു എക്സാമ്പിൾ പറയണേ, ഇപ്പോൾ നമുക്ക് മിന്നൽ മുരളിയിലെ ഉയരെ, അത് ആളുകൾ ആ സിനിമ കണ്ടിട്ട് ആ വില്ലനോടും ആ ഒരു സിറ്റുവേഷനിലൊക്കെ തോന്നിയ ഒരു ഇഷ്ടം ആ പാട്ടിലേക്കും, ആൻഡ് ആ പാട്ടിൻ്റെ ഇഷ്ടം ഇങ്ങോട്ടും. അപ്പം അങ്ങനെ വരുമ്പോൾ സിനിമയിൽ കൂടുതൽ വർക്കാകുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഈ അങ്ങുവാനക്കോണിൽ 1 മണിക്കൂർ കൊണ്ട് എഴുതി ഉണ്ടാക്കിയാണോ? വളരെ പെട്ടെന്നുണ്ടായ പാട്ടാണ്. ആദ്യം അതിൻ്റെ ആ താരാട്ട് പോർഷനാണ്, അതായത് കുഞ്ഞിളം വാവെ കഥ കേട്ട്. അപ്പോൾ ആദ്യം ദിബുജി എന്നോട് പറഞ്ഞത്, മനു ഏതൊരമ്മയ്ക്കും, മീൻസ് നമ്മുടെ ഈ സിനിമയിൽ അല്ലാതെ നമുക്ക് ഏതൊരമ്മയ്ക്കും ഒരു കുഞ്ഞിനോട് പറയാൻ പറ്റുന്ന ഒരു പാട്ട്, അങ്ങനെ പാടാൻ പറ്റുന്ന ഒരു വരികൾ, അങ്ങനെയുള്ളൊരു 4 വരി നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതുണ്ടാക്കി പിന്നെ നമുക്ക് ആ സിനിമയിലേക്ക്, അതായത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു പോർഷൻ്റെ ആ ഒരു സോൾ അതിൻ്റെ അകത്ത് വേണം. അതായത് മുത്തശ്ശിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം, പക്ഷെ അതിനൊരു ഒരു താരാട്ട് പാട്ടിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവണം, ഒരു നാടോടി കഥയുടെ നമുക്ക് സിനിമ തന്നെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലെ പോർഷൻ എഴുതി, നമ്മളെ അങ്ങുവാനക്കോണിൽ നിന്ന് തുടങ്ങുന്ന പോർഷൻ എഴുതി. അതിനുശേഷം പിന്നെ ആ ഒരു മോട്ടിവേഷണൽ സാധനം എഴുതി തീർത്തു. വന്നിട്ട് നമ്മൾ പിന്നൊരു ദിവസം ഞാനിങ്ങനെ ഒരു ദിവസം കാറിലിങ്ങനെ പോകുന്ന സമയത്താണ് ദിബുജി പെട്ടെന്ന് വിളിച്ചിട്ട്, മനു ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഒരു ഹൈ കൂടി അടിച്ച് നിർത്താം, എന്നിട്ട് അപ്പോൾ ഒരു 4 വരി. അപ്പോഴാണ് തടകളയിൽ നിന്ന് ഉടച്ചു എന്നുള്ളത് പിന്നെ എഴുതിയത് സാധനമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പക്കയായിരുന്നു. അത് ഓവർ ഫോൺ ഉണ്ടാക്കിയതാണ്. വൈക്കം വിജയലക്ഷ്മി തന്നെയായിരുന്നു ആദ്യം? വൈക്കം വിജയലക്ഷ്മി എന്നുള്ള തന്നെയായിരുന്നു ഓപ്ഷൻ എന്നാണ് ഓർമ്മ. ഞാൻ കേട്ടു കിളി എന്ന പാട്ട് ആദ്യം ടോവിന് കേട്ടപ്പോൾ ഇതെന്ത് പാട്ടാണ് ഇന്റർവ്യൂ അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? അല്ല, ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അല്ല, ആ പാട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സിനിമയിലല്ലാതെ കേൾക്കുമ്പോഴും ചിലപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. പക്ഷേ ആ സിനിമയുടെ നമുക്ക് കിട്ടിയ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, ഒരു ബ്രീഫിംഗ് എന്ന് പറയുന്നത്, 90s വെറും നാട്ടിൻ പുറത്ത് സംഭവിക്കാവുന്ന ഒരു പാട്ട്, അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രണയം തോന്നുമ്പോൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ 2 പേർക്കിടയിൽ പ്രണയം തോന്നുമ്പോൾ സംഭവിക്കുന്ന ഒരു പാട്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഈ കിളിയെ പോലെയുള്ള വാക്കുകളും ആൻഡ് നായകൻ ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ടോപ്പാക്കി വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ള സ്വാഭാവികമായിട്ട് സംശയം ഒരു അപ്പോൾ അതാണ് മായം കാട്ടി മയക്കിടല്ലേ മാനത്തോടെ നടത്തിയിടല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കാൻ പറ്റിയാണ്, നീ എന്ത് വർത്താനം ഈ പറയുന്നത് എന്ന് പറയുന്നത്, ചങ്കരിക്കണ ചോദ്യം ഇതെന്തേ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു ഇന്നസെൻസ്, എസ്പെഷ്യലി ഇപ്പോഴല്ല പണ്ടത്തെ ഒരു കാലത്ത് വരുമ്പോൾ അപ്പം അങ്ങനെ സെറ്റ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ടോട്ടാലിറ്റിയിൽ കണ്ടില്ലേ ചിലപ്പം നമുക്ക് പെട്ടെന്ന് വർക്കായിക്കൊള്ളണം എന്നില്ല. പക്ഷെ അത് കേട്ട് പിന്നെ എന്തായാലും അതിനകത്ത് ഇഷ്ടപ്പെടാനുള്ളൊരു എലമെൻറ്റ് ദിബുജിയുടെ ഒരു മ്യൂസിക്കാലിറ്റി തന്നെ ഉണ്ടായിരുന്നു. ഈ പാട്ട് ആദ്യം എല്ലാവരും ഹുക്ക് ചെയ്യുന്നത് അതിൻ്റെ
ഒരു വാക്കായിരിക്കും. അതായത് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കിളിയെ അല്ലെങ്കിൽ അങ്ങ് വാനക്കോണിൽ, ശരിക്കും കിളിയെ ആദ്യമേ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ എഴുതി വെക്കും. ചില വാക്കുകൾ മുമ്പേ നോട്ട് ചെയ്ത് വെക്കോ, ഇന്ന പാട്ടിൽ ഇത് ആഡ് ചെയ്യാം. സുഹേൽ കോയൊക്കെ പറഞ്ഞിരുന്നു അശുഭമംഗളകാരി കിട്ടിയിട്ടുണ്ട്, ഇത് അടുത്ത പാട്ടിൽ ആഡ് ചെയ്യാം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചില വാക്കുകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇല്ല, ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ആൾക്കാർക്ക് ഓരോ സ്റ്റൈൽ തന്നെയാണല്ലോ, ഓരോരോ രീതികളാണല്ലോ. ഞാൻ എപ്പോഴും അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ള സംഗതിയാണ് നമ്മളെപ്പോഴും ഹുക്ക് ചെയ്യുന്ന കാര്യം. മിന്നൽ മുരളി ചെയ്ത സമയത്ത് കുഗ്രാമമേ എന്ന് പറയുന്ന ഒരു തുടക്കം, അത് ആ സിറ്റുവേഷനിൽ തന്നെ ഉള്ളൊരു കാര്യം. അതായത് അഡിഡാസിൻ്റെ ഒരു അബിബാസ് എന്നുള്ള ടീഷർട്ട് കാണുമ്പോൾ ഇവൻ ഭയങ്കര പരിഷ്കാരിയാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം. അപ്പം അങ്ങനത്തെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെ കുഗ്രാമം എന്ന് ആ ഒരു വാക്കിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല, അങ്ങനത്തെ ഒരു ട്യൂൺ കൂടിയാണെങ്കിൽ. അങ്ങനെയാണ് പലപ്പോഴും ഈ ഓപ്പണിംഗ് വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിങ്. ഇപ്പം നീലനിലവേ എന്നുള്ളൊരു വാക്ക് വെച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം, കാരണം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് അല്ലേ, ഭയങ്കര ഒരു ക്യാച്ചി എന്ന് പറയാൻ പറ്റുന്നൊരു ഇതല്ലല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് വേറെ വാക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നൊരു 10-15 വാക്കുകൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അപ്പോഴൊക്കെ ഞാൻ നാസിനോട് പറഞ്ഞിട്ടുണ്ട്, നാസ് ഇതിൻ്റെ അകത്ത് ഒരുപാട് വാക്കുകൾ നമുക്ക് ചെയ്യാം, പക്ഷേ ആ ട്യൂണിനോട് നീലനിലവേ എന്നുള്ളത് വാക്ക് ഭയങ്കര ജെല്ലായിട്ട് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു സുഖം അതിനുണ്ട്. അപ്പം അങ്ങനെയാണ് നീലനിലവേ എന്നുള്ള, അങ്ങനെ ഓരോ പാട്ടും അങ്ങനെ. ഇപ്പം ഉയരെ എന്നുള്ള പാട്ടിൽ ഉയരെ ഷാനിക്ക തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ അത് കുറച്ച് കോമൺ പരിപാടിയായതുകൊണ്ട് ഞാനത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കി, പക്ഷേ അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേറെ വാക്ക് എനിക്ക് കിട്ടിയില്ല എന്നുള്ളത്. ഈ ഷാൻ റഹ്മാൻ മനു മഞ്ജിത് കോംബോ എന്താ, അത് സ്ക്രീനിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു പറയുമ്പോൾ നമുക്ക് സന്തോഷം. അല്ല, അത് ഒരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക്. അങ്ങനത്തെ ഒരു ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30-ലധികം സിനിമകൾ ഒരുമിച്ച് ചെയ്തു. അതിൽ പലതും വലിയ ഹിറ്റുകളായി. തുടങ്ങുന്നതേ അവിടെ നിന്ന് തന്നെയാണ്. ഒരു കണ്ടിന്യൂസ്ലി ഷാനിക്ക വിനീതേട്ടൻ ആ ഒരു കോമ്പോയിൽ വരുന്ന പാട്ടുകൾ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈലും നമുക്ക് എന്താ പറയുക, അതങ്ങ് ജെല്ലായി പോയതാണ്. ചില മ്യൂസിക് ഡയറക്ടർമാരും ചില പാട്ടെഴുത്തുകാരും ഭയങ്കര സിങ്ക് ആയിരിക്കും. അങ്ങനെ ഷാൻ റഹ്മാന് വേണ്ടി എഴുതാൻ ഒരു പ്രത്യേക സുഖമുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേക ഒരു നിങ്ങൾ തമ്മിലൊരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടോ? അല്ല, ഓഫ് കോഴ്സ്. ഇപ്പം ഷാനിക്ക ഇപ്പം ഷാനിക്ക പറയും, ഡയറക്ടേഴ്സിനോട് പറയും നമുക്ക് ആദ്യം അവനെ കൊണ്ട് എഴുതിച്ചിട്ട് വാങ്ങിക്കാമെന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ കണ്ട് അപ്പോൾ എന്തായിരിക്കും എൻ്റെ നിന്ന് വരാൻ പോകുന്നുള്ള പരിപാടിക്ക് കുറിച്ച് ഷാനിക്കയ്ക്ക് ഒരു ധാരണയുണ്ടാവും. അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, കാരണം നമ്മളൊരു പാട്ടിൻ്റെ തുടക്കം നമ്മൾ നിന്നാവുക എന്നുള്ളത്. മറ്റേത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ ഷാനിക്കൊരു ട്യൂൺ ഇട്ടിട്ട്, ഷാനിക്കെല്ലാം ആരാണെങ്കിലും ഒരു ട്യൂൺ ഇട്ടിട്ട് തരുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫ്രെയിമിൻ്റെ അകത്ത് നിന്ന് ചിന്തിച്ചാൽ മതി. മറ്റേ നമ്മൾ എവിടെ നിന്ന് ചിന്തിക്കുന്നുള്ളൊരു സാധനമുണ്ട്. ഇപ്പം ഞാൻ ഒട്ടും പാട്ടറിയാത്ത ഒരാളാണ്. ഇപ്പോൾ ഹൈയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ലിപ്പ് ക്ലോസ് ചെയ്യുന്ന അല്ല പോലത്തെ മൂടുന്ന പോലത്തെ സൗണ്ടിങ് അല്ല, ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ തുടക്കത്തിലെ ഷാനിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്നെയും നമുക്ക് ഒരുപാട് എല്ലാ സ്ഥലത്തും നമുക്കത് ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ്. ഭയങ്കര ഗിരീഷ് പുത്തഞ്ചേരി ഫാനാണോ? തീർച്ചയായിട്ടും. ഒരു സിനിമയിൽ മാത്രം നിങ്ങളുടെ പേരും ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരും ഒന്നിച്ച് ഫൈനൽസിൽ അതൊക്കെ എന്താ പറയുക, നമ്മൾ അത്രയും നമ്മൾ ഡിവോട്ടഡ് ആവുന്ന സമയത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. അല്ല, എൻ്റെ ഈ ഒരു ജേണി തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളൊരു ഒരു യൂ ടേൺ അല്ലെങ്കിൽ ഡൈവേർഷനാണ് ലൈഫിൽ സത്യം പറഞ്ഞാൽ ഈ പാട്ടെഴുത്ത്. അല്ലെങ്കിൽ ഈ അതായത് അദ്ദേഹം വർക്ക് ചെയ്ത കുറേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമയ്ക്ക് എഴുതുന്നത് പാട്ടല്ല. അതായത് ദിൻനാഥ് ദിൻനാഥ് പാട്ടെഴുതിയ സിനിമയ്ക്ക് ഇങ്ങനെ ഗിരീഷേൻ്റെ ഒരു സമർപ്പണം പോലെ വയ്ക്കാമെന്ന് ഒരു 4 വരി എന്തോ വാവനോട് ചോദിച്ച സമയത്ത് ദിൻനാഥ് പറഞ്ഞതാണ്, അല്ല അത് എഴുതാൻ വേറൊരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട്. ആദ്യം ഞാൻ സിനിമയ്ക്ക് എഴുതുന്നത് പാട്ടല്ല, ഗിരീഷേട്ടൻ ഒരു 4 വരി എഴുതിയിട്ടാണ് പിന്നെയാണ് പാട്ട്. പരിചയം ഉണ്ടായിരുന്നു പുത്തഞ്ചേരി? ഒരു ദിവസം കണ്ടിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചപ്പോൾ നെറുകിലൊരു ഉമ്മ തന്നിട്ടുണ്ട്. റീൽസിലൊക്കെ ഒരുപാട് ഗിരീഷ് പുത്തഞ്ചേരി പാട്ടുകളെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മളേറ്റവും അദ്ദേഹം പാട്ടുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പരിപാടികൾ, അദ്ദേഹം എങ്ങനെയാണ് ഒരു സിറ്റുവേഷനെയും ഒരു ക്യാരക്ടറിനെയും അദ്ദേഹം എങ്ങനെയാണ് പാട്ടുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സൂത്രപ്പണികൾ, വികൃതികൾ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ നിങ്ങളെ ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതിൽ ഓരോ വരികൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടൊരു പാട്ടിൻ്റെ വരി ശ്രദ്ധിച്ചതായിരിക്കും, പാട്ട് ശ്രദ്ധിച്ചതായിരിക്കും? അല്ല, ചെറുപ്പം പോലെ വരികൾ കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ആദ്യം വരികൾ തന്നെയാണ് ശ്രദ്ധിക്കുക.
എൻ്റെ ഓർമ്മ ശരിയാണ്, ആദ്യമായിട്ട് ഈ പാട്ടില്ലേ നമ്മളെ പോരു നീ വാരിണം ചന്ദ്രലേഖ എന്നുള്ള പാട്ട്, കാശ്മീരത്തിലെ പാട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കാശ്മീരത്തിൽ എന്നൊരു വാക്കുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു വല്ലാത്തൊരു ക്യാച്ചി. കാശ്മീരത്തിൽ നമ്മളധികം കേൾക്കാത്തൊരു വാക്ക്. കാശ്മീർ നമ്മൾ കണ്ടു, കാശ്മീരത്തിൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെയൊക്കെ തുടങ്ങി. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 4-5 ക്ലാസ്സൊക്കെ ആയിരിക്കും. ആ ഒരു സമയത്തൊക്കെ തുടങ്ങിയ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇനി ഇന്ന് എഴുതിയ കുറച്ച് പാട്ടുകളെ കുറിച്ച് ഞാൻ ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് എഴുതിയ എൻ്റെ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു തരണം. നമ്മൾ ARMലെ 2 പാട്ടുകളും പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്ന സോങ് കൃപാകരി. കൃപാകരി പാട്ടുണ്ടായത് ഭയങ്കര രസമാണ്. അതായത് ഒരു ദിവസം വിനീതണ്ണൻ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോനേണ്ട ഒരു പടമുണ്ട്, അപ്പോൾ അത് മൂകാംബിക ബേസ്ഡ് ആണ്. അപ്പോൾ നീ ഒരു കാര്യം അതിൻ്റെ റെഫറൻസും ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റേ ഇതിൻ്റെ അപ്പോൾ മൂകാംബികയുടെ ഒരു ബേസ് കാര്യങ്ങളും അവിടുത്തെ ഐതിഹ്യം, ചരിത്രം, പുരാണമൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വെച്ചോ. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് സംഗതികളൊക്കെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് വെച്ചു. പക്ഷേ ഇത് വായിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ വിനീതാണ് ഏതൊക്കെയോ പടങ്ങളുടെ തിരക്കിലാണ്, ഷാനൊക്കെ വേറെ ഏതൊക്കെയോ പടങ്ങളുടെ തിരക്കിലാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് നോക്കാം എന്നുള്ളൊരു ധാരണ അത് എടുത്തു വെച്ചു. ആ സമയത്ത് ഞാൻ MD ചെയ്യുന്നൊരു സമയമാണ് മംഗലാപുരത്ത്. അപ്പോൾ പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം രാവിലത്തെ റൗണ്ട്സൊക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഒരു OPയിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോൺ നോക്കുമ്പോൾ ഒരു മെയിൽ, വെൽക്കം ടു മൂകാംബിക എന്ന് പറഞ്ഞിട്ട് ഷാനക്കയുടെ ഒരു മെയിലും വിനീതേട്ടൻ വിളിച്ചിട്ട് തന്നെ, മനു ഷാനൊരു മെയിൽ അയച്ചിട്ടുണ്ടേ, അപ്പോൾ ഒരു ഇപ്പോൾ ഒരു 9:30 നീ 11:30 ആകുമ്പോൾ അത് കഴിക്കേ പറഞ്ഞ. അപ്പം ഞാനാകെ ഞെട്ടി. കാരണം ലവ് സോങ്ങൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ വിനീതേട്ടാ ഇതിനെനിക്ക് കുറച്ച് സമയം വേണം. കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മൂകാംബിക എന്നൊക്കെ ആലോചിക്കും, നമുക്ക് കിഴക്കുണരും പക്ഷി, സൗപർണികാമൃത വീജികൾ, ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട്. അതിനുശേഷം എത്രയോ കാലത്തിന് ശേഷം ഒരു പാട്ട് വരികയാണല്ലോ ഒരു മൂകാംബിക ബേസ് ചെയ്തിട്ട്. അപ്പോൾ പറഞ്ഞാൽ നീ സമയമെടുത്ത് ഉച്ചയ്ക്ക് ശേഷം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും ഒരു ലഞ്ച് ബ്രേക്കിന് ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് അപ്പം ജസ്റ്റ് ഒന്ന് നോക്കാൻ എന്തെങ്കിലും പരിപാടി കിട്ടുമെന്ന്. അങ്ങനെ OPയിൽ നമ്മൾ പേഷ്യൻസിനൊക്കെ നോക്കാൻ തുടങ്ങി. പക്ഷേ ഈ ട്യൂണ്, അദ്ദേഹം തന്ന ട്യൂണ് പിന്നെ ഞാൻ 2 പ്രാവശ്യം കേട്ടപ്പോൾ ഇത് മനസ്സിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായി. 11:30 കഴിഞ്ഞില്ലെങ്കിൽ ഒരു 12 മണിയാകുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് അങ്ങനെ ഇതാണ് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അകത്ത് 1-2 വാക്കുകളുടെ ചെറിയൊരു കറക്ഷൻ ഒഴികെ സെറ്റായി. അത് ഒട്ടും പ്രതീക്ഷിക്കാതെ, അതാ പറഞ്ഞത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ നമ്മളൊരു മാറി നിന്നിട്ടൊരു വിറ്റ്നസിനെ പോലെ കാണുകയാണ്. അതായത് നമ്മളിലൂടെ പാട്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. വിനീത് ശ്രീനിവാസൻ സൗണ്ട് എടുത്തുകൊണ്ട് വയ്ക്കുകയാണ്, പഴയ മിമിക്രിക്കാരനല്ലേ? അയ്യോ, അത് വിനീതൻ്റെ സൗണ്ടൊന്നുമല്ല, അത് പറഞ്ഞപ്പോൾ അതൊരു മൊമെൻ്റ് ഓർത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല മിമിക്രി എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് സ്കൂളിലൊക്കെ ചെയ്ത പരിപാടികൾ. ആരൊക്കെ ഇപ്പം ആരെങ്കിലും ചെയ്യോ? ഇല്ല. അടുത്ത പാട്ട് ഞാൻ പറയട്ടെ, ഭാര്യയുടെ ഏറ്റവും ഇഷ്ടമുള്ള സോങ് നീലാമ്പലിനാണ്. അല്ലേ? ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കല്യാണം ഒക്കെ ഉറപ്പിച്ചിട്ടുള്ളൊരു സമയമായിരുന്നു. ഇതിൽ ഏത് ഓപ്പണിംഗ് വന്നപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആളോടാണ് ചോദിച്ചത് ഏതാണ് ഓപ്പണിംഗ്. അപ്പം നീലാമ്പൽ നല്ല രസം. അപ്പം ഒരു സ്പെഷ്യൽ പാട്ടാണ്. ഭാര്യയ്ക്ക് ഇപ്പോഴും പാടിക്കൊടുക്കും അല്ലെ? ഭാര്യ പാടിത്തരും ഇപ്പോഴും? ഇല്ല, ഇപ്പം വേണ്ട. ഓക്കെ, അടുത്തത് ഓണക്കാലമായി ഇപ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കേൾക്കുന്ന പാട്ട് തിരുവാവണി രാവ്. അത് പറഞ്ഞതുപോലെ വിനീതേട്ടൻ്റെ ഒരു ഫോൺ കോളിൽ ഉണ്ടായൊരു പാട്ടാണ്. കുഞ്ഞിരാമായണം റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് വിനീതേട്ടൻ ഇതിൻ്റെ ഒരു, അപ്പം ദുബായിലൊക്കെ ഒരു ഓണാഘോഷമാണ്. അപ്പം എന്നോട് ചോദിച്ചു ദുബായിൽ ഓണാഘോഷം എങ്ങനെയാണെന്ന് അറിയാലോ? ഞാൻ പറഞ്ഞാൽ അറിയില്ല, കാരണം ഞാൻ ദുബായി പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞാൽ എന്നാൽ ദുബായിലെ ഓണം എന്ന് പറയുന്നത് നമ്മൾ തിരുവോണത്തിനായിരിക്കില്ല, അവർക്ക് പറ്റുന്നൊരു സമയത്ത് അവരൊരു ഓണം, അത് ചിലപ്പോൾ രാത്രി ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് സംഗതിയായിട്ട് തോന്നി. കാരണം നമ്മൾക്ക് രാത്രി ഓണം ആഘോഷിച്ചുള്ള ശീലമില്ലല്ലോ. നമുക്ക് ഓണസദ്യ കഴിക്കുന്നതാണെങ്കിലും പൂവിടുന്നതാണെങ്കിലും വടംവലി ആണെങ്കിലും എല്ലാ ഓണാഘോഷം നമുക്ക് പകലല്ലേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിനീതേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വാക്കാണ് വിനീതേട്ടൻ. അപ്പോൾ ഇതിന് ട്യൂണില്ല, നമുക്ക് എഴുതിയിട്ട് കമ്പോസ് ചെയ്യാമെന്ന്, അങ്ങനെ ഒരു ഫ്രീഡം തന്നു. അപ്പം ആ ഒരു സന്തോഷത്തിൽ, ആ മൊമെൻറ്റിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ചോദിച്ചതാണ് വിനീതേട്ടൻ തിരുവാവണി രാവ് മനസ്സാകുന്ന നിലാവ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് രസമുണ്ട്, നീ അങ്ങനെ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു രാമായണം എഴുത്താന്ന് എൻ്റെ അകത്തുനിന്ന് കുറച്ച് പേര് എടുത്തിട്ട് ഞങ്ങൾ പാട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടു നോക്കുന്നു പറഞ്ഞിട്ട്. അത് കുറച്ച് വരി ഉണ്ടായിരുന്നത്. അതാണ് തിരുവാവണി രാവ്. അത് ആദ്യം ഞാൻ പാടിക്കൊക്കെ വിനീതേട്ടൻ പാടിയിട്ടുള്ള സാധനമാണ്. അടുത്ത ആദ്യത്തെ പാട്ട് മന്ദാരമേ ഓം ശാന്തി. മന്ദാരമേ ഓഫ് കോഴ്സ് നമുക്ക് എപ്പോഴും ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള
ഒരു പാട്ട് തന്നെ ആയിരിക്കുമല്ലോ. മന്ദാരമയൊക്കെ എഴുതുമ്പോൾ എന്താ പറയുക, നമ്മുടെ വേറൊരു ഇതാണല്ലോ ഇതിലെഴുതി കിട്ടിയാൽ കിട്ടി മോനെ എന്ന് പറഞ്ഞിട്ടാണ് മിത്തുച്ചൻ. കാരണം മിത്തുച്ചനോട് പറയുന്നത് ഒരുപാട് പേര് പാട്ട് എഴുതുന്നുണ്ട്, നീ എഴുതിക്കോ, നിൻ്റെതാണ് നല്ലതെങ്കിൽ അത് വരും, അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. അപ്പം ഇതേ പാട്ട് കുറേ ആൾക്കാർ പല പല സ്ഥലങ്ങളിൽ ഇതേ ട്യൂണ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ മന്ദാരമേ വരുന്നത്. അപ്പം ആദ്യം ഞാൻ എഴുതിയതൊന്നും എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരുന്നു, ചെന്താമര ചെല്ല ചെന്താമര. അപ്പം മിത്തുച്ചൻ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എടാ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ചെന്താമര നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇങ്ങനെ ജൂഡ് ഇത് കേട്ട സമയം പോലെ ഇങ്ങനെ മന്ദാകിനി നിന്നെ കാണാൻ വരുമ്പോൾ എന്നൊക്കെ പാടാറുണ്ട്. ഞാൻ ഓക്കെ എന്നാൽ മന്ദാരമേ ഓക്കെ സെറ്റ്. അപ്പം മന്ദാരമേ ചില ചിന്താമരയെന്ന് വന്നു. പിന്നെ അതിൻ്റെ അകത്ത് അപ്പോൾ അതിങ്ങനെ വായിച്ച് പോകുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നാൻ വെള്ളാരത്താരങ്ങളെ ആകാശിച്ചിപ്പ്. അപ്പോഴാണ് മിത്തുച്ചനും പറഞ്ഞത്, ആടാ ഇതിൽ സാധനമുണ്ട്, ഇത് നമുക്ക് പറയാം എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട്. മിഥുൻ മാനുവൽ ക്ലാസ്മേറ്റ് ആയിരുന്നു, സ്കൂൾ മേറ്റ് ആയിരുന്നു, ജസ്റ്റ് സീനിയർ ആയിരുന്നു ഹൈസ്കൂളിൽ. അടിപൊളി. എവിടെ? വയനാട്ടിൽ. ഇപ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റ നോക്കിയാൽ ഒരു ട്രോഫി പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്, ഒരു നീല ഡ്രസ്സ് ഇട്ടിട്ട്, RDXലെ പാട്ട് നീല നിലവേ. പറഞ്ഞോ. നാസിന് എനിക്ക് അത് ഗോതം മുതലേ അറിയാം, ഒരു പാവം പയ്യൻ. അപ്പോൾ നാസ് പാട്ടെഴുതാൻ പഠിച്ചപ്പോഴാണ് ഇവൻ്റെ ഉള്ളിലുള്ള സിനിമ അത്രത്തോളം വലുതാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, ആക്ച്വലി ഞങ്ങൾ സ്ഥിരമായിട്ട് അടി കൂടിക്കൊണ്ടിരുന്ന പാട്ട് മറ്റേ ഹലബല്ലു എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഇവന് അങ്ങനത്തെ നമുക്ക് മലയാളത്തിലൊന്നും അങ്ങനെ ഇപ്പോൾ ഗിബ്രിഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അത്രയും ഇതല്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു വാക്ക് വേണം. അപ്പോൾ ഈ വാക്കുകൾക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പാട്ടായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, പക്ഷെ ഒരു വാക്കായിട്ട് പറയുന്ന സമയത്ത് ചിലപ്പം അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ കുറേ എല്ലാ ദിവസവും നാസെ കിട്ടി പറഞ്ഞിട്ട് അപ്പോൾ നാസ് പറയും, ഇതല്ല ഏട്ടാ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം ഓക്കെ. അപ്പം അങ്ങനെ അപ്പം ബാക്കി പാട്ടൊക്കെ ഓൾമോസ്റ്റ് സെറ്റാവുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ എന്നൊക്കെ ഉള്ള നിലയ്ക്ക് നമ്മൾ എഴുതിയ പാട്ടാണ് നിലനിലവേ. ഈ ഹലബല്ലോ എന്നുള്ള വാക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി ഏതോ ഒരു ഹലബല്ലു എന്ന് പറഞ്ഞ ഒരു ബഹളം അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴോ മനസ്സിൽ നടന്ന ഏതൊരു ഹലബല്ലുവിനുള്ള വാക്ക് വീണ് കിട്ടി എന്നുള്ളത്. അത് ഞാൻ കുറേ ആലോചിച്ചായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരുന്നു ഹലബല്ലോ. ഈ വാക്ക് എവിടെ നിന്ന് കിട്ടും? ബാക്കി എല്ലാ വാക്കും നമ്മളിപ്പോൾ മന്ദാരാണെങ്കിലും കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ അതാണ് ചോദിച്ചത്. ഈ അല്ല സാധാരണ അങ്ങനത്തെ പാട്ടുകൾ സംഭവിക്കുക എങ്ങനെ, മീൻസ് വാക്കുകൾ വരിക എന്ന് വെച്ചാൽ ഇപ്പം ചില ആളുകൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഇബ്രിഷായിട്ടുള്ള ഒരു സാധനം വരും. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അതിനൊരു ഭയങ്കര ഓർഗാനിക്കായിട്ടുള്ള ഒരു രസം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു വാക്കുകൾ തേടി പിടിക്കാൻ പോകുമ്പോഴാണ് അത് കറക്റ്റ് ഫിറ്റ് ആയിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. പക്ഷേ ഹലബല്ലോ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമയിലുണ്ടായിട്ടില്ല ആ പാട്ട്, പക്ഷെ എന്നാൽ പോലും ആളുകൾക്ക് ഒരുപാട്. അടുത്ത കാമിനിക്ക് ഇതിൻ്റെ പിന്നിലൊക്കെ കഥയുണ്ടെന്ന് തേടി പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്. കാമിനിക്ക് കഥയുണ്ടോ? പിന്നെ കാമിനിക്ക് ഞങ്ങൾ ആക്ച്വലി അനുഗ്രഹീതല്ലേ ഞാൻ ഒരെണ്ണം കൂടി ഇരുന്ന് ഒരു ദിവസം ഒരു 3-4 പാട്ട് ചെയ്തു. അത് എന്നിട്ട് അപ്പം 4ാമത്തെ പാട്ടായിട്ടാണ് ഈ പാട്ട്, ഇതിൻ്റെ ഒറിജിനൽ പാട്ട് എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ എഴുതി നല്ല രസമുള്ളൊരു സാധനമായിരുന്നു, ഒരു ഭയങ്കര ഫോക്ക് ടച്ചൊക്കെ ഉള്ളൊരു സാധനം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പോയി മാംഗ്ലൂർ തിരിച്ചെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അരുൺ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ പ്രിൻസ് പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് ആ പാട്ടൊന്ന് മാറ്റാം. ഞാൻ പറഞ്ഞു എങ്ങനെയാണ് മാറ്റുന്നത്? അത് ഏത് വരിയല്ല മൊത്തം പാട്ട് മാറ്റിയിട്ട് വേറെ പാട്ട് വയ്ക്കാതെ. ഞാൻ പറഞ്ഞു ഞാൻ എഴുതും, ദേഷ്യം പിടിച്ചവരോട്. അതാണ് അല്ല ഏട്ടാ അത് ഞാൻ പറഞ്ഞിട്ട് മറ്റേ നല്ല രസമുള്ള പാട്ടാണ്, അതാണ് ഇപ്പോഴും ഞങ്ങൾ പാടാറുണ്ട് കേട്ടോ പാട്ട്. അപ്പോൾ പറഞ്ഞ് അല്ല അത് വേറൊരു കുറച്ചൊരു സെമി ക്ലാസിക്കൽ കൈൻഡ് ഓഫ് സാധനമൊക്കെ വന്നാൽ രസം ഉണ്ടാവും തോന്നുന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ചേട്ടാ അതൊന്ന് ചുമ്മാ ഒന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കേട്ട് നോക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു എന്താ അതെന്ന് പറഞ്ഞിട്ട് കേട്ട് നോക്കി, പക്ഷേ അതിൻ്റെ അകത്ത് രസമുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ എഴുതാമെന്ന് പറയുന്നതിന് ഞാൻ അരുണോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം, മറ്റേ നമുക്ക് ആ ഹുക്കിലൊരു ലൈൻ നമുക്ക് ആ വേർഡ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു പരിപാടി നോക്കാം. ഓ ആയിക്കോട്ടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സിനോടും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ മുല്ലേ ഉള്ളിനുള്ളിലെല്ലാം നീ ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. അതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അടുത്തത് കുടുക്ക്, ലവ് ആക്ഷൻ ഡ്രാമ. അത് വേറൊരു കഥയാണ്. അത് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മറ്റേ മനുവൽ
പാട്ടൊക്കെ സെറ്റാണ്, പക്ഷെ നമുക്കൊരു പരിപാടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് വേർഡ് ഉപയോഗിക്കുന്നത്, ഒരു പരിപാടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ധ്യാനം വിനീതനൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു പരിപാടി വേണം നമുക്ക്. അപ്പം അതാ പറഞ്ഞാൽ അത് കുറേ ഇങ്ങനെ വർക്ക് ചെയ്തതുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെയാണ്, എന്താ ഈ പരിപാടി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ടക്കേന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തോട്ടാണ് ആ പാട്ട്. ഞാൻ വിനീതനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേട്ടാ കുടുക്ക് പൊട്ടിയ കുപ്പായം ഉടുത്തു മണ്ടണ കാലത്ത് വെട്ടിക്ക് പെണ്ണ് എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നാണ്, മതി ഷാനെ കിട്ടി. പിന്നെ ഞാൻ അറച്ച് ഷാനെ കിട്ടി ഷാനെ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇതേപോലെ തന്നെ നാളും കൂടി പഠിച്ചോ പറഞ്ഞിട്ട് പെട്ടെന്നുണ്ടായ പാട്ടാ. ഈ പ്രാസൊപ്പി ചെയ്താൽ ഭയങ്കര സുഖമാണോ? എനിക്ക് ഇഷ്ടമാണ് അത്. പലപ്പോഴും നമ്മൾ അറിയാതെ പോലും സംഭവിക്കുന്നതാണ്. ഇപ്പം തിരുവാവണിരാവൊക്കെ വന്ന സമയത്ത് എഴുതുമ്പോൾ ഞാൻ ഒട്ടും ആലോചിച്ചിട്ടില്ല, പക്ഷെ പിന്നെ എപ്പോഴോ പാട്ട് കേട്ടപ്പോഴാണ് ആലോചിക്കുന്നത്. ഇപ്പം കുടുക്കൊക്കെ നമ്മൾ പ്രാസം പിടിക്കാൻ വേണ്ടി തന്നെ, കാരണം ആ സൗണ്ടിങ്ങിൽ ആ പാട്ട് നിൽക്കുള്ളൂ. അപ്പം പക്ഷേ തിരുവാവണിരാവിലൊക്കെ ഇപ്പം കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിഴത്ത് കുറുമ്പിൻ്റെ കുളിരുമ്മ സമ്മാനം, പൂക്കൂടെ നരിക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം, ഇലയിട്ട് വിളമ്പുന്ന രുചികൾ വിടരുന്ന നിറവേറുണ്ട് സന്തോഷം, പിന്നെ ലാസ്റ്റ് നിരോരമുണരുന്ന സംഗീതം. അപ്പോൾ ഇത് ഞാൻ അറിയ പോലും ചെയ്യാതെ സംഭവിച്ചൊരു കാര്യമാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഗിരീഷൻ്റെയൊക്കെ എന്താ പറയുക, പട്ടണ നടുവിൽ പടവയോട്ടം, ഈ പട്ടിണി മാറ്റാൻ നെട്ടോട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഒരു ഹൈ പരിപാടി ഉണ്ടല്ലോ, അതായിരിക്കാം. അടുത്തത് കല്യാണ വീട്ടിൽ പോലും റീൽസിൽ ട്രെൻഡായ പാട്ട് ഉയ്യാരം. ഉയ്യാരം വയ്യാരം, അതിനും കഥ ഇഷ്ടം. അല്ല, കഥ എന്ന് പറയുന്നത് അത് എന്താ പറയുക, ഞാൻ മാംഗ്ലൂർ പഠിച്ചിരുന്ന സമയം, MD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയും ഞാൻ കോഴിക്കോട് വരും. എങ്ങനെ കോഴിക്കോട് ഒരു കാറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെ. അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത്തവണ പോകണ്ട, നമുക്ക് ഈ ഇവിടെ മാംഗ്ലൂരിലെ സൺഡേ എന്താണെന്നൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലിയായിട്ട് നിൽക്കുന്ന സമയത്താണ് കൺട്രോളർ ഷാഫിക്ക വിളിച്ചിട്ട്, നീ എവിടെയുള്ള ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മാംഗ്ലൂരുണ്ട്. നീ ഇന്ന് തലശ്ശേരി വന്നിട്ടൊരു പാട്ട് എഴുതി തന്നാൽ നാളെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും, ഇല്ല ഞങ്ങൾക്ക് അത് അടുത്ത ഷെഡ്യൂളിലേക്ക് വെക്കേണ്ടി വരും. അത് കാരണം കുറേ കൺഫ്യൂസ്ഡ് ഏതാ ട്യൂണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞിട്ട്, അപ്പം അങ്ങനെ തലശ്ശേരി വന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ച് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാം, നാളെ രാവിലെ നമുക്ക് കോളേജിലെത്താനുള്ള എല്ലാ പരിപാടിയും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെന്നപ്പോഴാണ് എബി ഇങ്ങനെ, എബിയുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എബി ഇങ്ങനെ ട്യൂൺ ചോദിച്ചപ്പം നമുക്ക് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം കുറച്ച് ഈ പറഞ്ഞ കുറച്ച് അല്ലാത്ത കുറച്ച് സാഹിത്യം പോലത്തെ ഒരു സാധനമൊക്കെ ആദ്യം, ഒറ്റ ചരടിൽ നിന്ന് ഇരുമനസ് അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ്. അപ്പനോട് എബി ചേട്ടാ ഇങ്ങനത്തെ പരിപാടിയല്ല ഇത്, ഒരു കല്യാണത്തിന് പുളിക്കൂൽ ഷംസു എന്നൊക്കെ പറയുന്ന ഒരു ലോക്കൽ മാപ്പിളപ്പാട്ടുണ്ടാക്കുന്ന ആൾ പാടുന്ന പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി ആണ്. അപ്പോൾ അതിനകത്തും അപ്പോൾ ആ രാത്രി പെട്ടെന്ന്, അപ്പം എബിയുടെ ഒരു പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ എഴുതുന്നു. അപ്പം അവിടെ ഡയറക്ടർ ആരുമില്ല, അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ പടം. കുറച്ച് കഴിയപ്പെട്ട റൂമിലേക്ക് ആസിഫ് അലി വരുന്നു. അപ്പോൾ എന്താ ഈ പാട്ട്? അപ്പോൾ ഒന്നും ആയിട്ടില്ല, അപ്പോൾ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എബി എന്നോട് വരാൻ പറഞ്ഞു അടുത്ത ട്രെയിനിൽ സിയ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് പാടാൻ. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് പാട്ടാവുണ്ട്. അപ്പോൾ പഠനത്തിന് ഡമ്മി അവർക്ക് ഷൂട്ട് ചെയ്യാനെങ്കിലും അത് വേണ്ടേ. അപ്പം അങ്ങനെ ഇരുന്ന് എഴുതിയ പാട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തും ഈ പറഞ്ഞതുപോലെ ചെക്കനങ്ങനെ നോക്കി വന്നത് പെണ്ണിനുള്ളിൽ താനാനാന എന്നൊരു സാധനം വന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെക്കൻ നോക്കി വെക്കുന്നു. ഒക്കെ പെണ്ണിൻ്റെ ഉള്ളിൽ പൂരക്കാവടി എന്ന് ആദ്യം എഴുതി. അപ്പോൾ ഹെവി പറഞ്ഞു പൂരക്കാവടി കറക്റ്റ് മീറ്റർ ഏട്ടാ, പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ ഒരു വേർഡെല്ലാം നമുക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക, ഇന്നതും ഒരു സാധനം ഒരു പ്ലേ അവിടെ ചെയ്താലോ എന്ന്. അത് രസമുണ്ട്. അത് ആ സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റും അടുത്തുണ്ടായത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു സാധനം. ഇപ്പം നമ്മളോട് വേറെ ട്യൂൺ ഇട്ടിട്ട് എഴുതാം, നമ്മൾ വേറെ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പം പിന്നെ ഞാൻ ചെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ആ താനദീനതോമിൽ എല്ലാവർക്കും ഒരു പരിപാടി ഉണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ ചില പാട്ടുകൾ അങ്ങനെയാണ് ആ സമയത്ത്. പിന്നെ ബേസിൽ അത് വേറെ ലെവലിൽ പൊളിക്കുകയും ചെയ്തു. പിന്നെ ഉയ്യാരം എന്ന് പറഞ്ഞാൽ ഉയ്യാരമൊക്കെ എൻ്റെ അച്ഛൻ്റെ വീട് വടകരയാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഈ ഉയ്യാരം എന്നൊക്കെ കേൾക്കണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടും ഒരു വാക്ക് ഒരു പാട്ടിൽ എഴുതാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഈ പറഞ്ഞാൽ അത് ആ സമയത്തല്ല, അത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഏതൊരു കല്യാണ വീട്ടിൽ നിന്ന് ഞാൻ പറയും മറ്റേ നമ്മുടെ ഈ കോവിഡൊക്കെ വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ട്രെൻഡാവും പറഞ്ഞ പോലെ. അടുത്തത് ലാലേട്ട. പിന്നെ പ്രത്യേകിച്ച് കഥയല്ല,
വലിയൊരു റിസ്ക് ആയിരുന്നു ആ പാട്ട്. കാരണം ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ പറ്റിയിട്ടൊരു പാട്ട് എഴുതാൻ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു എന്താ പറയുക, ഒറ്റ പാട്ടുകൾ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പാട്ട് വരുന്നു. അതിന് അത് നന്നാവണം, മീൻസ് രണ്ടാമത്തെ പാട്ടിനൊരു സാധ്യതയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മൾ സാധാരണ എന്തെഴുതും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ ഈ പാട്ടിൽ എന്തൊഴിവാക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ. കാരണം ബീങ് എ ഫാൻ ബോയ് നമുക്ക് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ നോക്കും. പിന്നെ അത് ഒരു നമ്മളുടെ ഒരു ആംഗിളിൽ നിന്ന് മാത്രമല്ല, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വേണം. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളിക്ക് അത്രയും എന്താ പറയുക സ്വന്തമായിട്ടുള്ളൊരു ഒരു 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 ഫിഗറാണ്. പല ആളുകൾക്കും പലതാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇമോഷൻസിന് അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് പല ജോണറിലുള്ള സിനിമകൾ എടുത്ത് അങ്ങനെയൊക്കെ എഴുതി. എന്തായാലും അതും വലിയൊരു ഭാഗ്യമാണ്. ആ പാട്ട് ലാലേട്ടൻ കേട്ടായിരുന്നു? ലാലേട്ടൻ കേട്ടിട്ടുണ്ടെന്ന് എന്നോട് പിന്നെ മഞ്ജു ചേച്ചിനോട് സംസാരിച്ച മഞ്ജു ചേച്ചി പറഞ്ഞു. ആണോ, എന്താ ചോദിച്ചത്? അത് നമുക്ക് ഓഫ്കോഴ്സ് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ ലാലേട്ടനെ പറ്റി എഴുതിയിട്ട് ഏട്ടൻ കേട്ടിട്ടുണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം മഞ്ജു ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ലാലേട്ടൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഓ ലാലേട്ടൻ കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ലാലേട്ടാന്ന് വിളിക്കുമ്പോൾ വരും, എന്താ വിളിച്ചതെന്ന് ചോദിച്ചിട്ട്. ഇനി മിന്നൽ മുരളി, എല്ലാ പാട്ടുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു. തീ മിന്നൽ തിളങ്ങി ആ പാട്ട് ആക്ച്വലി നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ട് ലൈക്ക് ട്യൂണും ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ പ്രോസസ്സിനോടും പോയി ആദ്യം എഴുതി നോക്കിയിട്ട് ട്യൂൺ ഇടാൻ നോക്കി, ട്യൂൺ ഇട്ടിട്ട് അപ്പോൾ ഈ ട്യൂൺ തന്നെയാണോ വേണ്ടത്, പിന്നെ അതിൽ എന്താണ് അവിടെ കുട്ടികളുടെ ഡാൻസ് ഉണ്ട് അതാണോ ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്ക് മിന്നൽ മുരളിയുടെ എൻട്രോ ആണോ, അപ്പം അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസിലൂടെ ഒന്ന് അവസാനം ലാൻഡ് ചെയ്തൊരു സാധനമാണ് ഇപ്പം ഈ തീ മിന്നൽ തിളങ്ങി എന്നുള്ളത്. അപ്പോൾ ബേസിലായതുകൊണ്ട് എഴുതിയപ്പോൾ ഞങ്ങൾ നമ്മളൊരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ബേസിൽ നമുക്ക് ടേട്ടേ പൊട്ടുമെന്ന് തോക്കണം, ടോട്ടോ പൊട്ടുമെന്ന് തോക്കണം, ടോട്ടോ അല്ല രസം. അപ്പം അങ്ങനെയുള്ള ഇത്. പിന്നെ മറ്റേ പങ്കിലക്കാട് കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. ആ ഒരു പാറ്റേൺ തന്നെയാണിത്. മഞ്ചാടിക്കാടിനുള്ളിൽ പണ്ടൊരു നാൾ എത്തി ഭീമൻ ഭീകരൻ, ടോട്ടോ പൊട്ടും നോക്കിയാൽ എന്താ ഭാവം വേണ്ട പ്രാണികൾ, ഒന്നാരൊരാൾ മായാവിയായി ടിഷ്യും പൂശിയെ, ആ ഒരു പാറ്റേൺ പരിപാടി തന്നെയായിരുന്നു അതിൻ്റെ അകത്ത്. അത് എന്താ പറയുക, അത് നമ്മൾ ഡിസ്കഷൻ എപ്പോഴും വന്നൊരു തോട്ടാണ്, അങ്ങനത്തെ ഒരു പരിപാടി തന്നെ പിടിച്ചാലോ എന്നുള്ള സാധനം. അങ്ങനെയാണ് ആ പാട്ട്. പിന്നെ കുഗ്രാമേ പറഞ്ഞല്ലോ, അത് എന്താ പറയുക, അങ്ങനത്തെ ഒരു നാട് എന്ന് പറയുന്നൊരു സാധനം സെറ്റ് ചെയ്ത് പെട്ടെന്ന് കുഗ്രാമ എന്നുള്ള വാക്ക്. പക്ഷേ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക, മിന്നൽ മുരളിയിൽ ഇത്രയും ഒരു 7 പാട്ടോ മറ്റോ ഉണ്ട്. അപ്പം കുഗ്രാമമേ എന്നുള്ളത് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ആളുകൾ എടുത്ത് പറയാറുണ്ട്. എങ്ങനെയാണ് അങ്ങനെ കുഗ്രാമം എന്ന് വെച്ചിട്ട് പാട്ടൊക്കെ തുടങ്ങിയതൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. നിറഞ്ഞ് താരകങ്ങൾ നിന്ന വാനിൽ നിന്നും എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ മിന്നൽ മുരളിയും കുറേ മുമ്പേ തുടങ്ങിയിട്ടൊരു പ്രോസസ്സാണല്ലോ. അപ്പോൾ ആദ്യം എഴുതുന്ന ആ പാട്ടാണ് മിന്നൽ മുരളിക്ക്. അപ്പോൾ ഇത് എഴുതി കൊടുത്തു. പിന്നെ ബേസി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബേസി പിന്നെ വേറെ പാട്ടുകൾ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ പാട്ട് എന്താ ഇത്, പിന്നെ സ്ക്രിപ്റ്റൊക്കെ കുറേ ഇങ്ങനെ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ ഈ പാട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ദിവസം ഇവൻ ചോദിക്കുകയാണ് എന്നോട്, ആ പാട്ടിൻ്റെ ലിറിക്സ് ഒന്ന് അയക്കുമോ? ഞാൻ ഏത് പാട്ടിൻ്റെ? അല്ല നമ്മൾ ആദ്യം മിന്നൽ മണിക്ക്. ഞാൻ ചേട്ടാ ആ പാട്ടുണ്ടോ? ആ ഉണ്ട്. എൻ്റെ കയ്യിൽ ബേസിൻ്റെ കയ്യിലില്ലേ? ബേസി പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഫോണൊക്കെ ഒന്ന് മാറ്റിയിരുന്നേ, എൻ്റെ കയ്യിലില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും ഫോൺ മാറ്റിയിട്ടുണ്ട്, എൻ്റെ കയ്യിലില്ല. ഷാനിക്ക എടുത്തുണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. എവിടെ? ഷാനിക്ക എടുത്തില്ല. എന്നിട്ട് ആ ട്യൂണിന് പിന്നെ ഇരുന്ന് എഴുതിയ പാട്ടാണ് ഈ മറ്റേ നമ്മുടെ നിറഞ്ഞ് താരകങ്ങൾ എന്നുള്ള പാട്ട്. ഉയരെയും ആ സമയത്തൊരു സിറ്റുവേഷൻ എഴുതുക എന്നുള്ളൊരു സാധനത്തിനപ്പുറത്തേക്ക് അത് ഇത്രത്തോളം ആളുകൾ പേഴ്സണലി എടുക്കുന്നൊന്നും അതിൻ്റെ അകത്തെ വരികൾ. ഇപ്പം മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി എന്നൊക്കെ. അപ്പം ഉലകിതിനോടും പൊരുതിടും ഇനി ഞാൻ എന്നൊക്കെ ഉള്ളത് ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള സാധനമാണ്, ഭയങ്കര ക്രേസിയാണ്, ഏതറ്റം വരെയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. അപ്പം അയാളത് പറയുമ്പോൾ അതിനൊരു ഒരു ഒരു കൺവിൻസിങ് ആണത്. അപ്പം അങ്ങനെ വന്നുകൊണ്ടാണ്. പക്ഷെ അത് ആളുകൾ അങ്ങനെയല്ല എടുത്തത്. അവരുടെ ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആളുകൾ അത് റിലേറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ഗോദയിലെ പാട്ട്. വാവ് ഒക്കെ ബേസി പറഞ്ഞ നമുക്കിങ്ങനെ, അതായത് ഇവളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തെങ്ങിൻ്റെ മുകളിൽ ഒരാൾ നോക്കിയിട്ട് വാവ് എന്ന് പറയും. ചായ കഴിയുന്നിട്ട് ഒരു അപ്പാപ്പൻ വാവ് തന്നെയാണ് ബേസിൽ പറഞ്ഞത്. ബേസി പറഞ്ഞു വാവ് എന്ന് പറയാം. പിന്നെ അത് എനിക്ക് തോന്നുന്നു അത് ഷാനിക്ക ബേസി തമ്മിലൊരു കോൺവെർസേഷനകത്ത് ഉണ്ടായ പരിപാടിയായിരിക്കും വാവ്. എനിക്ക് തരുമ്പോഴേ ഒരു വാവ് അവിടെ വെക്കാമെന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ബാക്കി മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് പാട്ട് നമ്മുടെ
കണ്ണഞ്ചെന്നൊരു നാടുണ്ടെങ്കിൽ കണ്ണാടിക്കൽ പേരാണെന്നുള്ള പാട്ട്. അപ്പം അത് ഫസ്റ്റ്. അപ്പം കുഞ്ഞിരാമായണം നമ്മളൊരു നാട്ടുംപുറത്തെ സിനിമ, അതിൻ്റെ അകത്തൊരു 4 പാട്ടുകളുണ്ട്. അപ്പോൾ ബേസി പറഞ്ഞ അടുത്ത് നമുക്ക് ഗുസ്തി പരിപാടിയാണ്. ചേട്ടാ അപ്പോൾ പാട്ടൊന്നും ഉണ്ടാവുമല്ലോ. അപ്പം അല്ല, ഇതിൻ്റെ അകത്ത് 7 8 പാട്ടുണ്ട്, എനിക്കൊരു കണക്കുമില്ല എത്ര പാട്ടുണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് പരിപാടി നമുക്ക് രഞ്ജി പണിക്കർ ചെയ്ത ക്യാരക്ടറിന് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പാട്ട്. അപ്പോൾ അത് എഴുതിയിട്ട് കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു ബേസിനോട്, ബേസി സ്ഥലത്തിന് പേരിട്ടാമെന്ന് ചോദിച്ചു. ഇല്ല, ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കണ്ണാടിക്കൽ എന്ന് പേരിടാം, കോഴിക്കോട് അങ്ങനെ സ്ഥലമുണ്ട് കണ്ണാടിക്കൽ. ചോദിച്ചു അതെ, ഒന്നുമില്ല, കണ്ണഞ്ചെന്നൊരു നാടുണ്ടെങ്കിൽ കണ്ണാടിക്കൽ പേരാണെന്നൊരു വരി കിട്ടിയിട്ടുണ്ട്. ഇടാൻ കുഴപ്പമില്ല അതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ പാട്ട് എൻ്റെ ഒരു പ്രോസസ്സായി വരുന്നത്. പിന്നെ ഈ ആരോ നെഞ്ചിലും ആക്ച്വലി ആരോ നെഞ്ചിൽ വേറൊരു പാട്ടായിരുന്നു, ഭയങ്കര പെപ്പി ആയിട്ടൊരു പാട്ടായിരുന്നു. അതായത് ഭയങ്കര എന്താ പറയുക, ആ സമയത്ത് ആ സിറ്റുവേഷനെ അങ്ങനെയല്ല. മീൻസ് ബേസി പറഞ്ഞ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് കേരളത്തിൽ നിന്നൊരു പയ്യൻ പഞ്ചാബിലേക്ക് പോകുന്നു, അപ്പോൾ അവർ 2 കൾച്ചർ ബ്ലെൻഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഈ ഋതുവായിരുന്നില്ല, കുറച്ചുകൂടി ഫാസ്റ്റായിട്ടുള്ള ഋതുവായിരുന്നു ആ പാട്ട്, കുറച്ചുകൂടി പെപ്പി കൈൻഡ് ഓഫ് സോങ് ആയിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഈണം മൂളി പഞ്ചാബിൽ 5-6 കൂടെ ചേരും നെഞ്ചാകെ പഞ്ചാരി മേളം എന്നൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു, വേറെ തന്നെ പരിപാടി. ബേസ് വെച്ചാൽ നമുക്ക് അവിടെ ലവ് സോങ് പ്ലേസ് ചെയ്താലോ, മൊത്തം മാറ്റിയിട്ട് ഇതേ ട്യൂണ്, സ്ലോ പേസ്ഡ് ആയിട്ടുള്ളൊരു സാധനം, സ്ലോ ടെമ്പോയിൽ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അതിന് ആരോ നെഞ്ചിൽ നിന്നുള്ള പാട്ട് എഴുതുന്നത്. അടുത്തത് ആടിനെ കുറിച്ച്, ചിങ്കാരിയാട്. അത് ആ പാട്ടുണ്ടാവുന്നത് സെറ്റിൽ വെച്ചിട്ടാണ്. അതായത് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മിഥുച്ചൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ആ ആട് എന്ന് പറയുന്ന സംഗതി ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചിന്തിച്ച സമയം മുതലേ നമ്മളതിൻ്റെ കൂടെ ഉണ്ട്, അതിൻ്റെ ക്യാരക്ടേഴ്സും. അപ്പോൾ ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും ഇതിങ്ങനെ മെല്ലെ മെല്ലെ ഷോർട്ട് ഫിലിമിലേക്ക് അജു ഒക്കെ വരുന്നു, അവർക്ക് എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ആദ്യം പറയുന്നു, പിന്നെ അത് സിനിമയാവുന്നു. അപ്പോൾ അതങ്ങനെ, അപ്പം അത് ഫ്രൈഡേ പോലത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് അതിൻ്റെ പിന്നിൽ വരുന്നു. അപ്പോൾ ഇതിങ്ങനെ വലുതാവുന്നത് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സും ഒക്കെ ഇങ്ങനെ നമുക്ക് അത്രയും അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ അത് എഴുതാൻ വേണ്ടി എഴുതിയിട്ടുള്ള പാട്ടുകൾ, ഇപ്പോൾ ഹാജി മസ്താൻ സലാം വയ്ക്കൊന്നും ഞാൻ അങ്ങനെ ഇത് എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതിയ പരിപാടികളല്ല. അതിങ്ങനെ എപ്പോഴേക്കോ സ്വാഭാവികമായിട്ട് നമ്മൾ ചായ കുടിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തന്നാലെ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ്. ഈ ചിങ്കാരിയാട് എനിക്ക് തോന്നുന്നു നമ്മുടെ പൂപ്പാറ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം പോയി ഇങ്ങനെ. അപ്പോൾ ഞാൻ വിദ്യനോട് ചോദിച്ചാൽ മറ്റേ എറണാകുളത്തേക്ക് എപ്പോഴാണ് ഇനി നാളെ ബസ്? അപ്പോൾ എന്നോട് പറഞ്ഞാൽ എറണാകുളത്തേക്ക് ബസ് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയും. അതിന് മുമ്പേ ഷാനൊക്കെ മറ്റേ ട്യൂണ് വന്നിട്ടുണ്ട് ടൈറ്റിൽ സോങ്ങിൻ്റെ. അപ്പോൾ അത് എഴുതിയിട്ട് നമുക്ക് എറണാകുളത്തേക്കുള്ള ബസ് ഇപ്പോഴോ വേറെപ്പോൾ. എന്നിട്ട് അന്ന് രാത്രി ഇരുന്ന് എഴുതിയ പാട്ടാണ് ഈ ചിങ്കാരിയാട് എന്നുള്ള പാട്ട്. ഈ ആട് സിനിമയിൽ തന്നെ ഏറ്റവും, അതായത് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം, എല്ലാ ക്യാരക്ടറിനും ഒരു പാട്ടുണ്ട്. ഹാജി മസ്താനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സർവത്ത് ഷമീറിനുണ്ട്, മറ്റേ സൈജു കുറുപ്പിന്റെ മണിയാശാനുണ്ട്, അബുബീകറിനുണ്ട്. ഇതെല്ലാം എങ്ങനെ എഴുതിയത്? അബുബീകരൻ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതാ പറയുന്നത്, ഇത് ഈ സിനിമയുടെ കഥ നമ്മൾ കേൾക്കുന്നത് ഓം ശാന്തി ഓശാനയുടെ റിലീസ് കഴിഞ്ഞിട്ട് ഞാനും ഷാനിക്കും മിഥുജനും കൂടി എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ഒരു യാത്ര ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് മിഥുജൻ എൻ്റെ കഥ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു മൊമെൻറ്റ്. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര ഇൻവോൾവ് ആയിട്ട്, ഞാനും ഷാനൊക്കെയാണെങ്കിലും ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് ചിരിച്ച് പറഞ്ഞിട്ട് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ അന്ന് പോലെ നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ക്യാരക്ടേഴ്സിനെ. അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പം നമുക്കറിയാം ഇവന്മാരെന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് എന്താ പറയുക, ഇപ്പം അബുഭീകരൻ, കൊടുംഭീകരൻ, വടിവാളിനാൽ മുടി ചീകിടും എന്ന് പറയുമ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ ഭയങ്കര പേടിത്തൊണ്ടനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവൻ വടിവാളൊക്കെ വെച്ച്, അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫണ്ണുണ്ട്. ഇപ്പോൾ ഇത്രയും എണ്ണത്തിനെ കഷ്ടപ്പെട്ട് മേയിച്ചുകൊണ്ട് കിടക്കുന്ന ഷാജി പാപ്പൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഇയാളെ കണ്ടിട്ട് വന്നിട്ട് ഹാജി മസ്താൻ സലാം വയ്ക്കുന്നു പറയുന്നതിനകത്തൊരു ഇതുണ്ട്. അടുത്തത് കൊടി കയറണ പൂരമായി. അത് ആക്ച്വലി പറഞ്ഞതുപോലെ ട്യൂൺ തന്നു. അപ്പോൾ ആ ഒരു ജോഷ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ഷാനക്ക് അന്ന് ട്യൂണിൽ ആ പരിപാടിയുണ്ട്, ഭയങ്കര ഹൈ എനർജി പരിപാടി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ സൗണ്ടിങ് പരിപാടികൾ എന്ന് പറയുന്നത്, അപ്പം അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക എഴുതാനിരിക്കുമ്പോൾ എന്തെഴുതും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും അത് മുമ്പേയുള്ള പാട്ടുകൾ. ഇപ്പോൾ നമുക്ക് എന്താ പറയുക CID മൂസയിലൊക്കെ പാട്ട് എടുക്കുന്നത് നമുക്കറിയാം. അതായത്
ജെയിംസ് ബോണ്ട് ഇൻ ഡിറ്റോ, ഷെർലക് ഹോംസ് ഇൻ പെറ്റോ, ചീറിപ്പായും ജെറ്റോ, ആര് ഈ മൂലംകുഴി സഹദേവൻ. അപ്പോൾ അങ്ങനെ ഇവരെ ഹൈ ആക്കി ബിൽഡ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് അത്. മതയാനക്കൊമ്പിൽ ഊഞ്ഞാലിടുമ്പോൾ ഇവർ ശരിക്കും എന്താ പറയുക, ഒരു ബോധവും വെളിവുമില്ലാത്ത ആൾക്കാരാണ്. അപ്പം ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് എഴുതിയതാണ് കൊടികാരണ പോലെ. പിന്നെ അത് ഈ പറഞ്ഞ ഒരു വടംവലി പാട്ട്, അത് ഓണത്തിന് ഈ വടംവലിയുടെ ഒരു പാട്ട്, അത് ആ ജോഷ് അതിൻ്റെ അകത്തുള്ളതുകൊണ്ട്, ഒരു എനർജി ഉള്ളതുകൊണ്ട് ആ പാട്ട് ഇപ്പോഴും. എഴുതുകയാണോ അതോ ടൈപ്പ് ചെയ്യുകയാണോ? ഇഷ്ടം എഴുതാനാണ്. പിന്നെ എഴുതിയാലും എന്തായാലും ഇപ്പം ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ വിനീതേട്ടനൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, നീ എനിക്ക് ടൈപ്പ് ചെയ്യണ്ട, എഴുതിയിട്ട് ഒരു ഒപ്പിട്ടിട്ടുണ്ട്, എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ അതിനൊക്കെ പറയാറുണ്ട്. തിരുവാണിരാക്ക് അങ്ങനെ ചെയ്തതാണ്. ആണോ? പൊതുവെ ഈ ഡോക്ടർമാർ എഴുതുന്ന ആർക്കും വായിക്കാൻ പറ്റില്ല. ശരിക്കും എഴുതുന്ന വായിക്കാൻ പറ്റുമോ? അത് ചിലപ്പോൾ പറയും, നമ്മളെ ഈ വെട്ടിയും കുത്തി എഴുതിയിട്ട് അങ്ങനെ എടുത്ത് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് പറയാറുണ്ടെന്നിട്ട് ഇനി നീ ഒന്ന് മലയാളത്തിൽ എഴുതിക്കൊണ്ട് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ. ഞാൻ കേട്ടിട്ടുണ്ട് വയലാറൊക്കെ മറ്റേ സിഗരറ്റിന്റെ കവറിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ മരുന്നിന്റെ കുറിപ്പടിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇഷ്ടം പോലെ. ശരിക്കും ഏത് പാട്ടാ മരുന്നിന്റെ കുറിപ്പടിയിൽ എഴുതി? വിനീതേട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം പറയണ്ടേ, അതായത് സാധാരണ അവൻ വിളിക്കുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ പാഡ് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്താണ് പാട്ട് എഴുതിയത്. പക്ഷേ ഇത്തവണ നമുക്ക് നേരിട്ട് എഴുതാന്ന് പറഞ്ഞിട്ട് എഴുതിയാണ് വർഷം കേശത്തിലെ പാട്ട് സംഗമം എന്നുള്ള. അപ്പം സാധാരണ പ്രിസ്ക്രിപ്ഷൻ പാഡ് തന്നെയാണ് പാട്ട് എഴുതാറ്. മരുന്ന് കുറിപ്പിൽ എഴുതിയ പാട്ടുകളൊക്കെ. മരുന്ന് കുറിപ്പ് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ വിക്രമാദിത്യനിലൊക്കെ ലാൽ ജോസ് സാറ് എനിക്ക് വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലിനിക്കിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ മീൻസ് അത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് വിക്രമാദിത്യം എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ലാൽ ജോസ് സാറെ പോലെ ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയോ എഴുതി വെച്ച് അവസാനം ലാൽ ജോസ് സാറ്, എനിക്ക് ഓർമ്മയുണ്ട്, 2 ആണുങ്ങൾ തമ്മിലുള്ള അസൂയ നിറഞ്ഞ പ്രണയമാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് പ്രിസ്ക്രിപ്ഷൻ പാഡിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കൃപാരി ഒക്കെ കുറേ പാട്ടുകളുണ്ട്. ആണോ? ബേസിൽ സഞ്ജു ഭയങ്കര കമ്പനിയാണ്. നിങ്ങൾ സഞ്ജു ഭയങ്കര കമ്പനിയാണോ? സഞ്ജുവിന് ഒരുപാട് പോസ്റ്റ് ഇടുന്ന ഞാൻ കാണാറുണ്ട്. അല്ല, സഞ്ജുവിന് ഒരുപാട് നമുക്ക് അത്രയും ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് ഇന്നലെയും കൂടി സെഞ്ചുറി അടിച്ചു. അപ്പോൾ എന്താ പറയുക, സങ്കടം തോന്നും. കാരണം നമ്മൾ അങ്ങനത്തെ ഒരാൾ നമ്മൾ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ ആക്ച്വലി ഏറ്റവും കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ സഞ്ജുവിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമങ്ങളും. അപ്പോൾ കാരണം നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പേര് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ശ്രീശാന്ത് എന്നുള്ള ഒരാളല്ലാതെ നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും സഞ്ജു കളിക്കുന്നതാണ് ഒത്തിരി ഇഷ്ടമാണ്. സഞ്ജുവിൻ്റെ വലിയൊരു ഫാനാണ്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. ഓക്കെ. മെസ്സിയുടെ ഫാനാണ്? മെസ്സിയുടെ ഫാനാണ്. അർജന്റീന. ഓക്കെ. ഏതാ പുതിയ പടങ്ങൾ അത് പറ. പുതിയ പടങ്ങൾ, പുതിയ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുമ്പം റിലീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മോനേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയുണ്ട്. പിന്നെ ഇപ്പം ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് സത്യൻ സാറിൻ്റെ സിനിമയ്ക്ക് പാട്ടെഴുതി ലാലേട്ടൻ്റെ പടം. അപ്പം അതിന് പാട്ടൊക്കെ എഴുതി കഴിഞ്ഞു. പാട്ട് എഴുതി. എങ്ങനത്തെ പാട്ടുകളോ? നല്ല രസമുള്ള പാട്ടുകൾ. ജസ്റ്റിൻ പ്രഭാകരാണ് മ്യൂസിക്. ഓക്കെ, അടിപൊളി. എത്ര പാട്ടുണ്ട്? 3 പാട്ട് ഇപ്പം ഞാൻ എഴുതി. ലാലേട്ടനെ കണ്ടായിരുന്നോ? ഇതിന്റെ ഫ്ലോസ് കണ്ടില്ല, മുമ്പേ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ എഴുതിയ ഞാനാണെന്ന് പറഞ്ഞായിരുന്നോ? അല്ല, ലാലേട്ടൻ അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കുറച്ച് പാട്ടുകളായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വർഷം മീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു. ഓക്കെ.